ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും കറിച്ചട്ടിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നമ്മുടെ സ്വന്തം അവിയലാണ് കാണിക്കാൻ പോകുന്നത്. സാധാരണ എല്ലാവരും ചെയ്യുന്നതായിരിക്കും. ഇതുവരെ ചെയ്ത് നോക്കാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനിത് ഡെഡിക്കേറ്റ് ചെയ്യാണ്. ഇതിനാദ്യം നമുക്ക് കുറച്ച് പച്ചക്കറി വേണം. നമുക്ക് കിട്ടുന്ന പച്ചക്കറികൾ എടുക്കുക. അതെല്ലാം 1 ഇഞ്ച് നീളത്തിൽ കനം കുറച്ച് അരിയുക. ഇനി നമ്മൾ വലിയൊരു ചട്ടി വെച്ചിട്ടുണ്ട്. ഞാൻ ഫ്രൈ പാനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ അടിഭാഗത്ത് ഒഴിച്ചു കൊടുക്കണം, അടി പിടിക്കാണ്ടിരിക്കാനാണ്. പിന്നെ നല്ല വേവുള്ള പച്ചക്കറികൾ ഏറ്റവും അടിയിലിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഞാനിവിടെ കുറച്ച് പടവലങ്ങ എടുത്തിട്ടുണ്ട്. ഇത് കൊത്തമരയാണ്. പിന്നെ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ വൻപയർ, പച്ചപ്പയറാണ് കേട്ടോ. ഇത് പച്ചക്കായ നീളത്തിലരിഞ്ഞ തന്നെ. ഇത് പിന്നെ നമ്മുടെ മുരിങ്ങാക്കായ. ചേന കിട്ടിയില്ല, അതുകൊണ്ട് പൊട്ടറ്റോ എടുത്തു. പിന്നെ വഴുതനങ്ങ. എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ഞാനിവിടെ 3 എടുത്തിട്ടുണ്ട്, നടുകീറിയത്. പിന്നെ കറിവേപ്പില. ഇത്രയും ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, അര മുതൽ 1/4 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി. പിന്നെ കുറച്ച് ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഇങ്ങനെ തെളിച്ച് കൊടുക്കണം, ഒഴിച്ചു കൊടുക്കരുത്, കുറച്ച് മതി. പിന്നെ ഒന്ന് പതുക്കെ ഇങ്ങനെ തട്ടിക്കൊടുത്ത് അടച്ച് വെച്ച് വേവിക്കുകയാണ്. ഇപ്പോൾ ഇളക്കം മിക്സ് ഒന്നും ചെയ്യണ്ട. ഇനി നമ്മളിത് അങ്ങനെ അടച്ച് വെക്കുന്നു. അപ്പോൾ ഇത് വെന്ത് തന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് തേങ്ങ വേണം. അത് നമുക്കൊരു ജാറിലേക്ക് എടുക്കാം. ഇനി 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് 1 കപ്പ് തൈര്, പുളിയില്ലാത്ത തൈരായതുകൊണ്ട് 1 കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. അതും കൂടെ നന്നായി അരക്കാം. ഇനി നമ്മൾ മൂടിയൊന്ന് തുറന്ന് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഉടഞ്ഞു പോവാണ്ട് പതുക്കെ വേണം ഇട്ട് ഇളക്കാൻ. കഷ്ണങ്ങൾ ഉടഞ്ഞു പോകരുത്. പതുക്കെ ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതായത് ഇതിൽ കുറച്ച് വെള്ളമെല്ലാം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഒന്നും ആയിട്ടില്ല, വെന്തിട്ടില്ല, ഒരു പകുതി വേവ് പോലും ആയിട്ടില്ല. ഇനി നമ്മൾ വീണ്ടും ഇതിനെ അടച്ചു വെച്ച് വേവിക്കണം. ഒരു 80% വേവ് ആവുമ്പോഴാണ് നമ്മൾ അരപ്പ് ചേർക്കാൻ പോകുന്നത്. ഇപ്പോൾ ഇത് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. നോക്കൂ, ഉടഞ്ഞു പോയിട്ടില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് അരപ്പ് ഒഴിച്ചു കൊടുക്കണം. മഷി പോലെ അരക്കരുത്, ഈ ഒരു പരുവത്തിലേ അരക്കാവൂ. തേങ്ങയുടെ തരികൾ ഇങ്ങനെ അതിൽ കിടക്കണം, അതാണ് അതിൻ്റെ ഒരു പരുവം. ഇനിയിപ്പോൾ അതൊക്കെ ഇളക്കി യോജിപ്പിക്കണം. ഇനി നമ്മളിത് തുറന്ന് വെച്ചിട്ടാണ് വേവിക്കുന്നത്. ഇതിൽ ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉടഞ്ഞു പോവാതെ എല്ലാ വശത്തുനിന്നും ഇങ്ങനെ തട്ടിക്കൂട്ടി കൊടുക്കണം. ഇനി ഇതൊരു ചെറിയ തിള വരുന്നത് വരെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുക. ഇതേപ്പോൾ തിള വന്നു തുടങ്ങി. ഈ സമയത്ത് നമ്മൾ കുറച്ച് കറിവേപ്പില മേലെ തൂവി കൊടുക്കണം. നമ്മളിതിൽ കടുക് വറുക്കുന്നില്ല, പച്ച വെളിച്ചെണ്ണ ഇങ്ങനെ മേലെ ഒഴിച്ചു കൊടുക്കുക ചെയ്യുന്നത്. ഈ സമയത്ത് തീ ഓഫ് ചെയ്യുക, എന്നിട്ടൊന്ന് അടച്ചു വയ്ക്കുക. എന്നിട്ടൊരു 10-15 മിനിറ്റിന് ശേഷം നമുക്ക് വിളമ്പാം. ഞങ്ങൾ നല്ല ചൂട് ചോറും സാമ്പാറിൻ്റെയും കൂടെയാണ് ഇതന്ന് കഴിച്ചത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.